കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗാരോഹണ പെരുന്നാളിന് ശേഷം വരുന്ന ആദ്യത്തെ ഞായറാഴ്ചയാണ് ഇന്ന്. അടുത്ത ഞായറാഴ്ച പെന്തക്കോസ്ത് പെരുന്നാളാണ്. ഇന്നത്തെ ദിവസം കാത്തിരിപ്പിന് 10 ദിവസത്തെ കാത്തിരിപ്പിനിടയിലുള്ളതായ ഞായറാഴ്ചയാണ്. അതുകൂടാതെ മലങ്കര സഭ മുഴുവനായും സൺഡേ സ്കൂൾ ദിനമായി ഇന്ന് ആചരിക്കുകയാണ്. സഭയുടെ വളർച്ചയിൽ നിർണായകമായ സ്ഥാനമുള്ള ഒരു പ്രസ്ഥാനമാണ് സൺഡേ സ്കൂൾ എന്ന് നമുക്കറിയാം. ഈ കാലഘട്ടം അത്രയും വളരെ പ്രശസ്തമായ രീതിയിൽ അത് നടത്തിക്കൊണ്ടു പോകുവാൻ സഭയുടെ പുണ്യപിതാക്കന്മാർക്ക്, നേതാക്കന്മാർക്കൊക്കെ സാധിച്ചിട്ടുണ്ട്. ഇന്നും അത് വളരെ ഭംഗിയായി നടത്തിക്കൊണ്ടു പോകുന്നു. മാത്രമല്ല, മലങ്കര സഭയിലെ എല്ലാ കുഞ്ഞുങ്ങളും അത് പഠിക്കണമെന്നുള്ളത് കൊണ്ട് ഇപ്പോൾ ഓൺലൈനായിട്ട് സൺഡേ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. വിവിധ രാജ്യങ്ങളിൽ നമ്മുടെ പള്ളികളില്ലാത്തതായ വിദൂര സ്ഥലങ്ങളിൽ നമ്മുടെ ആൾക്കാർ താമസിക്കുന്നിടത്ത് അവിടെ സൺഡേ സ്കൂൾ പഠിക്കാൻ സൗകര്യമില്ലാത്തടത്തെ കുഞ്ഞുങ്ങളെല്ലാം സൺഡേ സ്കൂൾ ബോധനത്തിന് പ്രേരിപ്പിക്കുന്നതായ ഒരു പദ്ധതിയാണ് ഓൺലൈൻ സൺഡേ സ്കൂൾ. ഇപ്പോൾ 1000-ലധികം കുട്ടികൾ ഓൺലൈൻ സൺഡേ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. മറ്റെല്ലാ ഭദ്രാസനങ്ങളിലും സൺഡേ സ്കൂളിൻ്റെ പഠനം ഭംഗിയായി നടക്കുന്നു. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മുടെ എല്ലാവിധ പ്രോത്സാഹനങ്ങളും സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന് ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മറ്റൊരു പ്രാധാന്യമുള്ളത്, ദേവാലയത്തിൻ്റെ കാവൽപിതാവായി നാം കണക്കാക്കുന്ന ഗീവർഗീസ് സഹോദരയുടെ പെരുന്നാൾ ആചരിക്കുന്ന ആ ദിവസം കൂടിയാണ്. 4-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യം, യഥാർത്ഥമായി കൃത്യമായി പറഞ്ഞാൽ AD 303 റോമാ ചക്രവർത്തിയായിരുന്ന ഡയോക്ലീഷ്യൻ്റെ കൽപ്പനപ്രകാരമുള്ള പീഡകളേറ്റ് രക്തസാക്ഷിയായി തീർന്ന സഹോദരനാണ് അദ്ദേഹം. ഇന്നത്തെ പ്രഭാത പ്രൊമിയോൻ സദറായിൽ നമ്മൾ വായിച്ചു കേട്ടു, നിൻ്റെ രക്തം സഭയുടെ വളമായി തീർന്നു എന്ന്. സഹോദരന്മാരുടെ രക്തം സഭയുടെ വളമായി തീരുന്നു എന്നുള്ളത് ആദ്യകാലം മുതൽ പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നതാണ്. The blood of the martyrs is the seed of the church. നീറോ ചക്രവർത്തിയുടെ കാലത്തും ട്രേജൻ ചക്രവർത്തിയുടെ കാലത്തുമൊക്കെ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരും മറ്റ് ശ്ലീഹന്മാരും തീയ്ക്കെടുത്ത മാർ ഇഗ്നാത്യോസുമൊക്കെ സ്തെഫാനോസ് സഹോദരനെ പിന്തുടർന്നുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി കല്ലേറേറ്റ് മരിച്ചവരും വാളുകളാൽ കൊല്ലപ്പെട്ടവരുമാണ്. അവരെല്ലാം സഹോദരന്മാരാണ്, അഥവാ രക്തസാക്ഷികളാണ്. മശിഹായെ കാണുവാൻ കാക്ഷിച്ചൊരു സഹോദരൻ വാളാൽ ചിറകുകൾ കൊണ്ട് ഉന്നത പദമേറിയെന്ന് നാം പ്രാർത്ഥനയിൽ ചൊല്ലുന്നുണ്ട്. ഗീവർഗീസ് സഹോദരൻ ജനിക്കുന്നത് കപ്പദോക്യയിലാണ്. അദ്ദേഹത്തെക്കുറിച്ചുള്ള ചരിത്രം നമുക്ക് ലഭിക്കുന്നത് ദി ആക്ട്സ് ഓഫ് സെൻറ്റ് ജോർജ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിലാണ്.
ഗെറാസിമോസ് എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യാനി, അദ്ദേഹം ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ പട്ടാളത്തിലെ ഒരു പട്ടാള മേധാവിയായിരുന്നു. അദ്ദേഹം പലസ്തീൻ നാട്ടുകാരനാണെങ്കിലും ചക്രവർത്തിയുടെ കൽപ്പന പ്രകാരം കപ്പദോക്യയിലാണ് അദ്ദേഹം പട്ടാള സേവ ചെയ്തത്. അവിടെ വെച്ചാണ് അദ്ദേഹം ഗിവറിയസാദ ജനിക്കുന്നത്. മാതാപിതാക്കൾ മരിച്ചു കഴിഞ്ഞിട്ട് ഗിവറിയസാദ സ്വന്തം നാട്ട് പലസ്തീൻ നാട്ടിലേക്ക് വന്നു. 17 വയസ്സായപ്പോൾ റോമാ സാമ്രാജ്യം കീഴടക്കിയിരിക്കുന്ന എല്ലാ രാജ്യങ്ങളിലെയും യുവാക്കൾ നിർബന്ധമായിട്ടും 17 വയസ്സിൽ സൈന്യസേവനം നടത്തണം എന്നുള്ളത് കൽപ്പന പ്രകാരം അദ്ദേഹം സൈന്യത്തിൽ ചേർന്നു. പക്ഷേ സൈന്യത്തിൽ പട്ടാളക്കാരനായി ചേർന്നുവെങ്കിലും അദ്ദേഹം ഒരിക്കലും ക്രിസ്തീയ വിശ്വാസം നഷ്ടപ്പെടുത്തിയില്ല. മാതാപിതാക്കൾ കൊടുത്തതായ നിർദ്ദേശം പ്രാർത്ഥനയും നോമ്പും ഉപവാസവും വേദവായനയുമൊക്കെ അദ്ദേഹം അഭംഗുരം നിർവഹിച്ചു. ഗീവർഗീസായുടെ പ്രത്യേകമായ സ്ഥാനം ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ ദൂതനായിട്ട് ഓരോ പട്ടാള ക്യാമ്പും സന്ദർശിച്ച് അവിടെയുള്ള പട്ടാളക്കാരുടെ പോരായ്മകൾ അന്വേഷിക്കുകയും ആവശ്യമായിരിക്കുന്ന റിപ്പോർട്ടുകൾ കൊടുക്കുകയും ചെയ്യാണ്. അങ്ങനെയാണ് അദ്ദേഹം ഒരിക്കൽ പട്ടാളക്കാരനായിട്ട് സെലേന്യ എന്ന് പറയുന്ന പലസ്തീൻ നാട്ടിലെ ഒരു ഗ്രാമത്തിൽ കൂടെ കടന്നു പോകുന്നത്. ആ കടന്നു പോകുന്ന സമയത്ത് അദ്ദേഹം ചെയ്ത അത്ഭുതമാണ് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കുന്നത്. എന്നാൽ ഗീവർഗീസാദ അനേകം മറ്റ് അടയാളങ്ങളും രോഗശാന്തികളുമൊക്കെ നടത്തിയതായിട്ട് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ പറയുന്നുണ്ട്. വിധവയുടെ മകനെ സൗഖ്യമാക്കിയതും മറ്റും. സെലേന്യ ഗ്രാമത്തിൽ അദ്ദേഹം പ്രവേശിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അവിടെയുള്ള ആളുകളുടെ ദുഃഖവും പ്രയാസവും നിലവിളിയുമാണ് അദ്ദേഹം കണ്ടത്. കാര്യം അന്വേഷിച്ചപ്പോൾ അവിടെ കുന്നിൻപുറത്ത് താമസിക്കുന്ന സെലേന്യ ഗ്രാമത്തിലെ 100 വീട്ടുകാർക്ക് വെള്ളമെടുക്കാനുള്ള ഒരു ചതുപ്പ് നിലം താഴ്വാരത്തിലുണ്ട്. ഈ താഴ്വാരത്തിലെ ചതുപ്പ് നിലത്തിലേക്ക് ഒഴുകി വരുന്ന വെള്ളം എടുത്താണ് അവരെല്ലാം പാചകം ചെയ്യുന്നതും കുടിക്കുന്നതുമാണ്. ഒരു ദിവസം അവർക്ക് അതിന് സമീപമുള്ള ഈ കുന്നിൻ്റെ സമീപമുള്ള ഒരു ഗുഹയിൽ നിന്ന് ഒരു വിചിത്ര ജീവി ആ ചതുപ്പ് നിലത്ത് വന്ന് കിടക്കുകയാണ്. ആ ജീവിക്ക് വളരെ ഭീമാകാരനായ ജീവിയാണ്. വാല് അതിന് ഒരു പാമ്പിൻ്റേതുപോലെയാണ്. തല മൃഗത്തിൻ്റേതാണ്. കൈകാലുകൾ 4 കൈകാലുകളുള്ളത് ആമയുടേതുപോലെ ഇഴഞ്ഞു നീക്കാനുള്ളതാണ്. ആമയുടെ തോട് പോലെ പുറമേ വലിയ തോടാണ്. ഇത് ഇരപിടിക്കുന്നത് വായിൽ നിന്ന് ഉച്ഛ്വാസവായു വിഷവാതകമായിട്ട് ഇരകളുടെ അടുത്തേക്ക് വിടുകയാണ്. 1-2 മീറ്ററിനുള്ളിലുള്ളതായ ഇരകളൊക്കെ ഈ ഉച്ഛ്വാസവായു വിഷവാതകം ശ്വസിക്കുന്നത് താഴെ വീഴും, ബോധക്ഷയമുണ്ടാകും, അതിനെ വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. അത് വെള്ളമെടുക്കാൻ പോയ പലർക്കും ഈ അപകടമുണ്ടായതുകൊണ്ട് അവരെല്ലാം തീരുമാനിച്ചു ഈ വന്യമൃഗത്തെ അവിടെ നിന്ന്, അല്ലെങ്കിൽ ഈ വലിയ ഭീമാനായ മൃഗത്തെ അവിടെ നിന്ന് മാറ്റാൻ ഒരു മാർഗ്ഗമേ ഉള്ളൂ. അവരവരുടെ വളർത്തുമൃഗങ്ങളെ എറിഞ്ഞു കൊടുത്തു. ഈ വളർത്തുമൃഗങ്ങളെ അത് വിഴുങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് 10-15 ദിവസത്തേക്ക് അത് ഗുഹയ്ക്കകത്ത് നിന്ന് വെളി വരികയില്ല. അപ്പോൾ 15 ദിവസത്തേക്ക് അവർക്ക് വെള്ളം കോരാനൊക്കെ ഉള്ള സൗകര്യമാണ്. അപ്പോൾ ഓരോ 15 ദിവസവും കഴിയുമ്പോൾ ഈ ജീവി അവിടെ കടന്നു വരുമ്പോൾ അവരോട് തന്നെ ഏതെങ്കിലും ഒരു വന്യമൃഗത്തെ എറിഞ്ഞു കൊടുത്ത്
അതിനെ അകത്തോട്ട് കയറ്റി വിടും. ഇത് തുടർന്ന് കഴിഞ്ഞപ്പോൾ കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് അവരുടെ വളർത്തുമൃഗങ്ങളെല്ലാം തീർന്നു. അപ്പോൾ അവരെല്ലാം തീരുമാനിച്ചു, അവർക്കും ചുറ്റുമുള്ള ഗ്രാമങ്ങളിലുള്ളവർക്കെല്ലാം ആശ്രയം ഈ വെള്ളത്തിൻ്റെ സ്രോതസ്സാണ്. അവർ കുഞ്ഞുങ്ങളെ എറിഞ്ഞു കൊടുക്കാൻ തുടങ്ങി. ആരുടെ കുഞ്ഞിനെ എറിഞ്ഞു കൊടുക്കണം? അവർ ചീട്ടിട്ട് ഓരോരുത്തർക്ക് വീഴുന്നതനുസരിച്ച് ഓരോ കുഞ്ഞുങ്ങളെ എറിഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ സർവ്വ ആളുകളും നശിക്കും. അങ്ങനെ കുഞ്ഞുങ്ങളെ എറിഞ്ഞു കൊടുക്കാൻ തുടങ്ങി. ഒരിക്കൽ സെലേന്യ ഗ്രാമത്തിലെ പട്ടണത്തിൻ്റെ മൂപ്പൻ അല്ലെ പട്ടണ മേധാവി ഗ്രാമത്തലവൻ്റെ മകളെ എറിഞ്ഞു കൊടുക്കാനുള്ള സന്ദർഭം വന്നപ്പോഴാണ് ഗ്രാമം മുഴുവനുമായിട്ട് കരഞ്ഞ് നിലവിളിക്കുന്നത്. ഇത് കണ്ടതായ ഗീവറീസാദ, നിങ്ങൾ വിഷമിക്കേണ്ട, ആ മൃഗത്തെ കൊന്ന് നിങ്ങളെ രക്ഷിക്കാമെന്ന് പറയുന്നു. അവർ തടയുന്നുണ്ട്. അത് നിനക്ക് ജീവ അപായം വരാം. അദ്ദേഹം പറഞ്ഞു, ഞാൻ ക്രിസ്ത്യാനിയാണ്, യേശുക്രിസ്തുവിൻ്റെ കൃപ എനിക്കുണ്ടാവും അതിനെ കൊല്ലുവാൻ. അങ്ങനെ ധൈര്യമായിട്ട് ഗീവറീസാദ ആ പാമ്പിനെ കൊന്ന് ആ സമൂഹത്തെ രക്ഷിച്ചു. ചരിത്രത്തിൽ പറയുന്നത് ഏതാണ്ട് 15,000 പേരോളം ക്രിസ്ത്യാനികളായി എന്നാണ്. ആ ഗ്രാമത്തിലും ചുറ്റുമുള്ള ഗ്രാമങ്ങളിലുമുള്ളവരെ വിവരമറിഞ്ഞ് അവരെല്ലാവരും ക്രിസ്ത്യാനികളായി. അനേക സമ്മാനങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തു. അതെല്ലാം പാവപ്പെട്ടവർക്ക് അത് വിതരണം ചെയ്തു. അദ്ദേഹം അവരെ രക്ഷിച്ചതിൽ ഉണ്ടായ പ്രശ്നം, അവിടെ പ്രകൃതി ശക്തികളെ ആരാധിക്കുന്ന ക്ഷേത്രങ്ങളുണ്ട്. ഈ ക്ഷേത്രങ്ങളിൽ ആളുകൾ പോകാതായി. ക്രിസ്തീയ വിശ്വാസത്തിൽ അവർ ആയിത്തീർന്നതോടുകൂടെ ക്ഷേത്ര ആരാധന നിർത്തി. ക്ഷേത്രത്തിൻ്റെ പാലകനാണ്, നമ്മുടെ പ്രമിയോൻ പുസ്തകത്തിലൊക്കെ പറയുന്ന ക്ഷേത്രപാലകനാണ് ദേദ്യാനോസ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് അലക്സാന്ദ്ര. രണ്ട് പേരുകളും നമ്മുടെ പ്രമിയോൻ പുസ്തകങ്ങളിൽ വായിക്കുന്നുണ്ട്. ദേദ്യാനോസ് അവിടുത്തെ പട്ടാള മേധാവി ഗലാറിയോസിനെ വിവരം അറിയിച്ചു. ഗലാറിയോസിന് പറഞ്ഞു, ഞങ്ങളുടെ ക്ഷേത്രങ്ങളെല്ലാം നിന്നു പോവുകയാണ്, വരുമാനമില്ല, ആളുകൾ വരുന്നില്ല. അത് ഗീവറീസ് എന്ന പട്ടാളക്കാരൻ ക്രിസ്ത്യാനിയാണ്, അദ്ദേഹത്തിൻ്റെ കൂടെ ആളുകൾ പോവുകയാണ്. ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ അടുത്ത് ഗലേറിയസ് ഈ വിവരം അറിയിച്ചപ്പോൾ, ഡയോക്ലീഷ്യൻ ചക്രവർത്തിക്ക് വളരെ പ്രിയപ്പെട്ട പട്ടാളക്കാരനാണെങ്കിലും ഞാൻ പറഞ്ഞു, അദ്ദേഹത്തെ കൊല്ലണ്ട, പകരം പീഡനങ്ങൾ നടത്തി ക്രിസ്തീയ വിശ്വാസം തള്ളി പറയാൻ. അത് ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ ഒരു പോളിസിയായിരുന്നു. അങ്ങനെയാണ് മർത്ത യൂലിയത്തെയും ഒക്കെ ചാട്ടുപാറ കൊണ്ട് അടിച്ച് വിശ്വാസം തള്ളി പറിക്കുന്നത്. ഗീവറീസാദയെ പീഡിപ്പിക്കാൻ തുടങ്ങി 7 വർഷക്കാലത്തോളം പീഡിപ്പിച്ചുവെന്നാണ്. ഓരോ സമയത്തും അദ്ദേഹത്തെ ബന്ധനത്തിലാക്കിയിരിക്കുകയാണ്. ബന്ധനത്തിലാക്കിയിട്ട് ഓരോ പീഡകൾ നടത്തുമ്പോഴും കൂടുതൽ ആളുകൾ ക്രിസ്ത്യാനികളാവുകയാണ്. ആദ്യം തല കീഴായി കെട്ടിത്തൂക്കിയിട്ട് അടിച്ചു കഴിഞ്ഞപ്പോൾ വിശ്വാസം തള്ളിപ്പറയാൻ പറഞ്ഞപ്പോൾ, ഞാൻ ക്രിസ്ത്യാനിയാണ്, വിശ്വാസം തള്ളിപ്പറയില്ല. അതുകൊണ്ട് കൊല്ലുവാനുള്ള അധികാരം ഓർക്കില്ല. കുറേ നാൾ കഴിഞ്ഞ് വീണ്ടും അദ്ദേഹത്തെ തടവിൽ നിന്ന് കൊണ്ടുവന്ന് ചുട്ടുപഴുപ്പിച്ച ഇരുമ്പ് തകിടിന്മേൽ അദ്ദേഹത്തെ കിടത്തി. അദ്ദേഹത്തിനൊരു ദോഷവും സംഭവിച്ചില്ല. ഈ ഓരോ സംഭവവും ക്രിസ്ത്യാനികൾ കൂടുതലാകുകയാണ് ചെയ്തത്. രഥത്തിൻ്റെ ചക്രത്തിൽ അദ്ദേഹത്തിൻ്റെ കാല് കെട്ടിയിട്ട് രഥം ഓടിച്ചിട്ട് രഥം നീങ്ങാതെ പിന്നെയും ക്രിസ്ത്യാനികൾ വർദ്ധിക്കുക. ദ്രാവകം അദ്ദേഹത്തിന് കുടിക്കാൻ കൊടുത്തു, പക്ഷേ അത് കുടിച്ചിട്ട് ഒരു ദോഷവും ഉണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ ഈയം ഉരുക്കിയതായ തിളച്ച് നിൽക്കുന്ന ഈയത്തിനകത്ത് നിർത്തി. അദ്ദേഹത്തിനൊരു ദോഷവും ഉണ്ടായില്ല. അപ്പോൾ ഇതോടുകൂടി ആ ഗ്രാമങ്ങളിലുള്ളവർ സർവ്വരും ക്രിസ്ത്യാനികളായി, ക്ഷേത്രങ്ങളില്ലാതായി.
ക്ഷേത്രങ്ങളെ ആരാധനകളില്ലാതായപ്പോൾ എദ്യാനോസ് അവസാനം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്താൽ മതി, നിന്നെ വിട്ടേക്കാം. ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ച് ക്ഷേത്രത്തിലെ വിഗ്രഹത്തെ ഒന്ന് വന്ദിച്ചാൽ മതി. ഗീവർഗീസ് അത് സമ്മതിച്ചു. ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ചെന്ന് പ്രാർത്ഥിച്ചു. ക്രിസ്തുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ തീ ഇറങ്ങി ക്ഷേത്രമെല്ലാം ചാമ്പലായി തീർന്നു. ഇത് കണ്ട ദേദ്യാനൂസിൻ്റെ ഭാര്യ അലക്സാന്ദ്ര ഞാനും ക്രിസ്ത്യാനിയാണ് എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ ദേദ്യാനോസ് ആദ്യം ഭാര്യയെ വെട്ടിക്കൊന്നു. അതിനുശേഷം ഗീവർഗീസായ വാളുകൊണ്ട് വെട്ടിക്കൊന്നു. പക്ഷേ തീ ഇളങ്ങി എല്ലാവരെയും ചാമ്പലാക്കി എന്നുള്ളതാണ് ചരിത്രം. ഇത് 4-ാം നൂറ്റാണ്ടിൽ നടന്ന ഒരു സംഭവമാണ്. പിന്നെ നമ്മളെന്തിനാണ് അന്ന് മുതൽ സഭ മുഴുവനും പൗരസ്ത്യദേശം മുഴുവനും ഗീവർഗീസായുടെ ഓർമ്മ നിർവഹിക്കുന്നുണ്ട്. ജോർജിയ എന്ന് പറയുന്നതായ ഒരു രാജ്യം തന്നെ ഗീവർഗീസായ പേട്രൺ സെയിൻ്റ് ആയിരിക്കുന്നതാണ് 5-ാം നൂറ്റാണ്ട് മുതൽ. അതുപോലെ കുരിശുയുദ്ധകാലത്ത് ക്രൂസൈഡ്സ് ഇംഗ്ലീഷുകാർ പലസ്തീൻ നാട്ടിൽ വന്നപ്പോഴാണ് ഗീവർഗീസായെക്കുറിച്ചുള്ള വലിയ ആരാധന ബഹുമതി കണ്ടത്. അന്നു മുതൽ അവർ ഗീവർഗീസായെ വാരിയർ സെയിൻ്റ് എന്ന് വിളിക്കാൻ തുടങ്ങി. അതുപോലെ പ്രൊട്ടക്ടർ ഓഫ് ഇംഗ്ലണ്ട് എന്ന് അദ്ദേഹത്തിന് സ്ഥാനം കൊടുത്തു. അങ്ങനെയാണ് പോപ്പ് ഉർബാനോ അവസാനം ദി പേട്രൺ സെയിൻ്റ് ഓഫ് ഇംഗ്ലണ്ട് എന്ന് ഗീവർഗീസായ്ക്ക് നാമകരണം ചെയ്യുന്നത്. ഗീവർഗീസായുടെ പ്രസിദ്ധി ഇതാണ്. മലങ്കര സഭയും അത് ആചരിക്കുന്നു. ലോകത്തിലെ പൗരാണികമായ എല്ലാ സഭകളും ഗീവർഗീസായുടെ ഓർമ്മ ആചരിക്കുന്നുണ്ട്. ചരിത്രമല്ല നമുക്ക് പ്രാധാന്യം. ചരിത്രത്തോടൊപ്പം തന്നെ നമ്മെ ഓർമ്മിക്കുന്നത് ഗീവർഗീസായുടെ ജീവിത സന്ദേശമാണ്. എന്താണ് അദ്ദേഹം നമുക്ക് നൽകുന്ന സന്ദേശം? ഒന്ന്, വലിയ തിരക്ക് പിടിച്ച ജീവിതമുള്ളതായ ഒരു അൽമായക്കാരൻ പട്ടാളക്കാരനായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സഭയുടെ വിശ്വാസത്തിനും വിശ്വാസ അനുഷ്ഠാനത്തിനും ഏറ്റവും വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. പടയാളിയാണെങ്കിലും തൻ്റെ ജോലി വളരെ ക്ലിഷ്ടമാണ് എങ്കിലും നോമ്പും ഉപവാസവും പ്രാർത്ഥനയും വേദപുസ്തക വായനയുമൊക്കെ അദ്ദേഹം നിർവഹിച്ചിരുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് അനേക അത്ഭുതങ്ങളും രോഗശാന്തികളും ഒക്കെ നിർവഹിക്കുവാനായിട്ട് കഴിയും. ആത്മീയ ശക്തി. നിങ്ങളിൽ ലോകമെല്ലാം പോയി എൻ്റെ സാക്ഷികളാകുവിനെന്നാണ് പറയുന്നത്. ക്രിസ്തു നമ്മളോട് പറയുന്നു. ലോകമെല്ലാം എൻ്റെ സാക്ഷികളാകുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറയുന്നു. അന്ധകാരമുള്ള ലോകത്തിൽ വെളിച്ചം നൽകുവാൻ ക്രിസ്ത്യാനിക്ക് ബാധ്യതയുണ്ട്. ഞാനും നിങ്ങളും ആത്മീയമായ ശക്തി പ്രവഹിപ്പിക്കുവാൻ കഴിയില്ലാതെ വരുമ്പോൾ ലോകം അന്ധകാരത്തിൽ തന്നെ കിടക്കുന്നു. ദിവസവും വർദ്ധിച്ചു വരുന്നതായ അക്രമങ്ങളും അനീതികളെക്കുറിച്ചൊക്കെ നമ്മൾ നെറ്റിച്ചുളിക്കാറുണ്ട്. പക്ഷേ അതിനൊരു പ്രകാശം നൽകുവാൻ ക്രിസ്ത്യാനികൾക്ക് എന്തിങ്ങനെ കഴിയുന്നുണ്ട്? 12 പേരിൽ ആരംഭിച്ചതായ സഭയാണെങ്കിലും ഇന്ന് ലോക ജനസംഖ്യയിൽ 1/3 ക്രിസ്ത്യാനികളാണ്. ഏറ്റവും വലിയ മതമാണ് ലോകത്തിൽ. പക്ഷേ ഈ ലോകത്തിലാണ് അതിക്രമങ്ങളും അക്രമങ്ങളും ഏറ്റവും അധികമാകുന്നത്. എന്തുകൊണ്ടാണ്? നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ തിരക്ക് പിടിച്ച ജീവിതമായതുകൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് സമയമില്ല. വേദപുസ്തകം വായിക്കാൻ നമുക്ക് സമയമില്ല. നമ്മുടെ മാതാപിതാക്കൾ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും വേദപുസ്തകം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് നമ്മെ പഠിപ്പിച്ചു. അന്ന് അവർ കർഷകരായിരുന്നു, അല്ലെങ്കിൽ ചെറിയ ബിസിനസ്സുകാരായിരുന്നു. ഇന്ന് നമുക്ക്
എല്ലാം വർദ്ധിച്ചു, സൗകര്യങ്ങൾ വർദ്ധിച്ചു. സൗകര്യങ്ങൾ വർദ്ധിച്ചതോടുകൂടി മാറ്റിവെക്കാൻ നമുക്ക് ലഭിച്ചത് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചത് ആത്മീയമായ പാഠങ്ങളാണ്. അതുകൊണ്ട് ലോകത്തിന് ഒരു ആത്മീയ സ്വാധീനവും കൊടുക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ച് എത്രമാത്രം നമ്മൾ വളരേണ്ടിയിരിക്കുന്നുവെന്ന് ചിന്തിക്കണം. 15 മിനിറ്റ് സന്ധ്യയ്ക്കും 15 മിനിറ്റ് രാവിലെയും പ്രാർത്ഥിക്കാനും വേദപുസ്തകം വായിക്കാനും സമയമില്ലാത്ത നമ്മൾ 1 മണിക്കൂറോ 2 മണിക്കൂറോ ടി വിയുടെ മുമ്പാകെ ഇരിക്കുന്നതിനോ മൊബൈൽ വർക്ക് ചെയ്യുന്നതിനോ ഒന്നും ഒരു മടിയുമില്ല. സമയമില്ല എന്ന് പറയുന്നത് വെറുതെയാണ്. ഇഫ് ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ. പ്രാർത്ഥിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, വേദപുസ്തകം വായിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിന് സമയം കിട്ടും നമുക്ക്, യാതൊരു സംശയമില്ല. എങ്കിൽ മാത്രമേ ആത്മീയ ചൈതന്യമുള്ളവരായി ഈ സമൂഹത്തെ ആത്മീയ ചൈതന്യത്തിൽ പ്രകാശിപ്പിക്കുവാൻ നമുക്ക് കഴിയുള്ളൂ. രണ്ടാമത് അദ്ദേഹം നമുക്ക് നൽകുന്ന സന്ദേശം കരയുന്നവരോട് കരയുക എന്നുള്ളതാണ്. ഒരു പട്ടാളക്കാരനെ അദ്ദേഹത്തിന് സെലേന്യ ഗ്രാമത്തിൽ കൂടെ കടന്നുപോയാൽ മതിയായിരുന്നു. പക്ഷേ അവരുടെ ദുഃഖം കണ്ടപ്പോൾ ആ ദുഃഖം തൻ്റേതായി മനസ്സിലാക്കി. അദ്ദേഹത്തിന് വെറും സഹതാപമല്ല, സിമ്പതിയല്ല ഉണ്ടായത്, എമ്പതിയാണ്, സഹാനുഭൂതിയാണ് ഉണ്ടായത്. നല്ല ശമറിയാക്കാരന് എറിഹോവിൻ്റെ വഴിയരികിൽ അർദ്ധപ്രാണനായി കിടന്ന മനുഷ്യനെ കണ്ടപ്പോൾ ഞാനാണ് അങ്ങനെ കിടക്കുന്നതെങ്കിൽ ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നത്? ആരെങ്കിലും എനിക്കൊരു അല്പം വെള്ളമെങ്കിലും കുടിക്കാൻ തരണമെന്നുള്ളതാണ്. അവനൊന്നും നോക്കിയില്ല. അത് യഹൂദനാണോ, ശമര്യനാണോ, പ്രജാതിയാണോ, അമ്മോന്യനാണോ, ഫിലിസ്ത്യനാണോ, ഒന്നും നോക്കിയില്ല. ഒരു മനുഷ്യനാണ്. അവന് ദൈവസ്വരൂപവും സാദൃശ്യമുള്ളവനാണ് എന്നെപ്പോലെ. അതുകൊണ്ട് അവൻ്റെ ആവശ്യം എൻ്റെ ആവശ്യമാണ്. അതാണ് സഹാനുഭൂതി എന്ന് പറയുന്നത്. ലോകത്തിൽ അനേകർ കരയുന്നവരുണ്ട്. കരയുന്നവരോടുകൂടെ കരയുവാൻ നമുക്ക് കഴിയണം. കരയുന്നവരുടെ കണ്ണീര് തുടയ്ക്കാൻ നമുക്കെന്ത് സാധിക്കും? കരയുന്നല്ലോ എന്ന് പറഞ്ഞാൽ അത് സിമ്പതിയാവുള്ളൂ. അവൻ്റെ കണ്ണീര് തുടയ്ക്കാൻ എന്നെക്കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് സഹാനുഭൂതി. അതാണ് ഗീവർഗീസ നൽകുന്ന സന്ദേശം. മൂന്നാമത്, അദ്ദേഹത്തിന് എന്തിന് ഈ കഷ്ടതകളെല്ലാം സഹിച്ചു? ബന്ധനത്തിലായന്, ജയിലിലാണ്, പീഡകൾ ഓരോന്നും സഹിക്കുന്നു. ഏതെങ്കിലും ഒരു സമയത്ത് ക്രിസ്തീയ വിശ്വാസം തള്ളിപ്പറഞ്ഞാൽ അദ്ദേഹത്തിന് ഈ പീഡകളിൽ നിന്നൊക്കെ സ്വതന്ത്രമാകാം. എന്തിനതെല്ലാം സഹിച്ചു? ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേറെ ഒരു മാർഗവുമില്ല എന്നുള്ളത് കണക്കാക്കിയല്ല അദ്ദേഹം ആ പീഡകളേറ്റത്. യാക്കോബ് ശ്ലീഹാ പറയുന്ന പോലെ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞാൽ കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. ക്രിസ്ത്യാനിയായി കഷ്ടമനുഭവിക്കുന്നത് വേറെ മാർഗങ്ങളില്ലാത്തതുകൊണ്ടല്ല, ജീവകിരീടം നമുക്ക് ലഭിക്കുമെന്നുള്ള പ്രത്യാശയാണ്. അതാണ് പൗലോസ് പറയുന്നത്, കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുസിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു. എന്ത് പ്രത്യാശയാണ്? ജീവകിരീടത്തെക്കുറിച്ചുള്ള പ്രത്യാശ. ഞാൻ നല്ല പോർവൊരു ഓട്ടം തികച്ച് വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി മിടഞ്ഞുവരിക്കുന്നു. ആ നീതിയുള്ള ന്യായാധിപതിയിൽ നിന്ന് എണീക്കിൽ വയ്ക്കും. ആ നീതിയുള്ള ന്യായാധിപതിയിൽ നിന്ന് ലഭിക്കുന്ന കിരീടത്തിന് പിന്നിൽ അധ്വാനം വേണം, പരീക്ഷ സഹിക്കണം. ക്രിസ്ത്യാനിയായി ഈ ലോകത്ത് ജീവിക്കുന്നതായ സമയത്ത് സന്തോഷപൂർവ്വം നമ്മുടേതല്ലാത്തതായ കാരണത്താൽ നമ്മളാരെയും തട്ടിയച്ച് പീഡയേൽക്കുന്നതല്ല, നല്ലെങ്കിലും ഇത് ഉപദ്രവം കാണിച്ചിട്ടില്ല. നമ്മുടേതല്ലായ കാരണത്താൽ, അല്ലാത്തതായ കാരണത്താൽ പല പ്രയാസങ്ങളും കഷ്ടതകളും ദുഃഖങ്ങളും രോഗങ്ങളും ഒക്കെ നമുക്ക് വരും. നമുക്കറിയില്ല എന്തിനാണ്, എന്തുകൊണ്ടാണ്. സാരമില്ല, ക്രിസ്തീയ വിശ്വാസത്തിൽ അതെല്ലാം
നമുക്ക് യേശുക്രിസ്തുവിൻ്റെ കഷ്ടതകളിൽ പങ്കുള്ളവരാകുന്നതാണ്. കിരീടം പ്രാപിക്കാനുള്ള മാർഗമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന പോരായ്മകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും കഷ്ടതകളും എല്ലാം ജീവകിരീടത്തിന് എന്നെ ഒരുക്കുന്നതാണെന്നുള്ളത് ഓർമ്മിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കുമ്പോഴാണ് ഗീവർഗീസ് ദൗത്യം സന്ദേശം നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമാകുന്നത്. ദൈവം തമ്പുരാൻ നമുക്ക് അതിനിടയാക്കട്ടെ.